നമസ്കാരം. മുട്ടിൽ മരമുറിയിൽ നടന്നത് വമ്പൻ ഒരു അട്ടിമറിയാണ്. സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ NT സാജൻ മുട്ടിൽ മരമുറി കേസിൽ നടത്തിയ തെറ്റായ ഇടപെടലുകൾ അടിസ്ഥാനത്തിൽ ഗൗരവമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ശുപാർശ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖവിലേക്ക് പോലും എടുത്തില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശേഷം സാജനെതിരെ നടപടിയെന്നാണ് സർക്കാർ നിലപാട്. മന്ത്രി AK ശശീന്ദ്രൻ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടെയാണ് 24 ന്യൂസിന്റെ നടപടി ശ്രദ്ധേയമാകുന്നത്. ആരോപണത്തിൽ ദീപക് ധർമ്മടം പ്രതിയാണെന്ന സൂചന ആദ്യ അന്വേഷണ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അന്ന് തന്നെ ദീപകിനെ 24 ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറ്റി നിർത്തി. അതിനുശേഷം സർക്കാർ നടപടികൾ ഗൂഢാലോചനയിലേക്ക് വഴിമാറിയില്ല. ഇതിനിടെ ആന്റോ അഗസ്റ്റ്യൻ സഹോദരങ്ങളെ അറസ്റ്റ് ചെയ്ത് വിവാദങ്ങൾ അവസാനിപ്പിച്ചു. ഈ സാഹചര്യത്തിൽ തനിക്ക് പങ്കില്ല എന്ന് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തി 24-ൽ ദീപക് തിരിച്ചെത്തി. ഓണപരിപാടികൾക്ക് വേണ്ടി കുഞ്ചാക്കോ ബോബനുമായി നൃത്തം ചെയ്ത് താരമാകാനും ശ്രമിച്ചു. ഇതിനുശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള തിരുവോണ ചിത്രവും ഫേസ്ബുക്കിലെത്തി. ഇതോടെയാണ് ദീപകിന് മുഖ്യമന്ത്രിയിലുള്ള സ്വാധീനം വ്യക്തമായത്. അടുത്ത ദിവസം തന്നെ മുട്ടിൽ മരമുറിയിലെ വിശദ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങളിലേക്ക് എത്തി. അതിൽ ദീപകിന്റെ പേരും ഉണ്ടായിരുന്നു. അപ്പോഴും ആരോപണം നിഷേധിച്ചു. എന്നാൽ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ എത്തിയതോടെ കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഉടൻ തന്നെ ചാനൽ ദീപകിനെ സസ്പെൻഡ് ചെയ്തു. 24 മേധാവി R ശ്രീകണ്ഠൻ നായർ കാട്ടിയ ഈ നീതിബോധം പോലും സർക്കാർ സാജന്റെ കാര്യത്തിൽ കാട്ടിയില്ല. ഇപ്പോഴും സാജൻ ഔദ്യോഗിക കസേരയിലുണ്ട്. ദീപക്കും സാജനും മുഖ്യമന്ത്രി പിണറായി വിജയനും ധർമ്മടത്തുകാരുമാണ്. സാജനും ദീപക് ധർമ്മടവും കേസിൽ അശാസ്യമല്ലാത്ത വിധം ഇടപെട്ടു എന്ന് APCCF രാജേഷ് രവീന്ദ്രന്റെ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. കേസിലെ പ്രധാന പ്രതികളായ അഗസ്റ്റ്യൻ സഹോദരങ്ങളുമായി ഇവർക്കുള്ള ബന്ധം റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇരുവരുടെയും ഫോൺ വിളികളിലെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഏറ്റവും ഗൗരവമായി കാണേണ്ട പിഴവുകളാണ് IFS ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഗൗരവമുള്ള നടപടി സ്വീകരിക്കണമെന്നും അന്വേഷണ കാലയളവിൽ മാറ്റി നിർത്തണമെന്നുമായിരുന്നു ശുപാർശ. ഇത് വനം മേധാവി അംഗീകരിച്ചു. വനമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കണ്ട അന്തിമ തീരുമാനത്തിനായി ഫയൽ മുഖ്യമന്ത്രിയുടെ പക്കലെത്തിയത് ജൂലൈ 20-നാണ്. സസ്പെൻഷൻ ശുപാർശ ചെയ്തതായി വനം മന്ത്രി പറയുകയും ചെയ്തു. 28-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഫയൽ വനം മന്ത്രിക്ക് തിരികെ അയച്ചു. പൊതുസ്ഥല മാറ്റത്തിന്റെ കൂട്ടത്തിൽ സാജനെ കൊല്ലത്തേക്ക് മാറ്റിയതല്ലാതെ ഒരു നടപടിയും ഉണ്ടായില്ല. IFS ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ മാത്രം ഗൗരവമായ കണ്ടെത്തലുകൾ റിപ്പോർട്ടിൽ ഇല്ലെന്നായിരുന്നു വനം മന്ത്രിയുടെ വിശദീകരണം. പിന്നീട് ഗൗരവമായ വകുപ്പുകൾ കണ്ടെത്താൻ വേണ്ടി ഫയൽ ഓഗസ്റ്റ് 2-ന് പൊതുഭരണ വകുപ്പിലേക്ക് അയച്ചു. അന്ന് മുതൽ വിവിധ ഉദ്യോഗസ്ഥന്മാരുടെ കമ്പ്യൂട്ടറുകളിൽ കൂടി ഫയൽ സഞ്ചരിക്കുന്നതല്ലാതെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വരുന്നതുവരെ കാക്കണമെന്നാണ് വനം മന്ത്രി ഇപ്പോൾ പറയുന്നത്. ഇതിനിടെയാണ് ദീപകിനെ 24 മാതൃകാപരമായി മാറ്റി നിർത്തുന്നത്. മരമുറി കേസ് അന്വേഷണത്തിൽ സർക്കാർ ഒരു ഘട്ടത്തിലും ഇടപെട്ടിട്ടില്ല. നല്ല രീതിയിലാണ് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ക്രൈംബ്രാഞ്ച് വിജിലൻസ് മേധാവികളും വനം ഉദ്യോഗസ്ഥനും അടങ്ങുന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഓരോ ഘട്ടത്തിലും എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നത് അവരാണ് തീരുമാനിക്കുന്നത്. പ്രതികളായി പരാമർശിച്ചവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തുടർ അന്വേഷണവും ഇതേ സംഘം തന്നെയാണ് നടത്തുന്നത്.